ഗ്രാമവികസന മേഖലയ്ക്ക് പദ്ധതി വിഹിതമായി ആകെ 1768.32 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാനും വർഷങ്ങൾക്കായി പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോക്കം പോകുന്നു. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 9,65,76,000 തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 24-25 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് 3,496.5 കോടി രൂപയുടെ വേതനമായി ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിയാണ് ഇടുന്നത്. ഇതിന് 90% വനിതകളാണ് ഇതിലെ ഗുണഭോക്താക്കൾ എന്നുള്ള പ്രത്യേകതയുണ്ട്. സർ, ഈ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 230 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന എന്ന പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 84.68 കോടി രൂപ വകയിരുത്തുന്നു. സർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം 64,006 അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിലൂടെ ഇതിലെ 47.9% കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2025 നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും. ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും. സർ, വിവിധ സാക്ഷരതാ പരിപാടികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ. സർ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ വിജയകരമായി 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കുടുംബശ്രീ കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ചലനാത്മകമാക്കുന്നതിനും വേണ്ടി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 2023-24 സാമ്പത്തിക വർഷം തിരികെ സ്കൂളിൽ എന്ന ബൃഹത് ക്യാമ്പയിൻ ആരംഭിക്കുകയും 38.7 ലക്ഷം പേർ ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗ്ഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 24-25 സാമ്പത്തിക വർഷം ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ, വിവിധ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സർ സംഘടിപ്പിക്കുന്നത്. ഈ പദ്ധതി കുടുംബശ്രീയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനും കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കാനും ഉതകുന്ന രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. സർ, കുടുംബശ്രീക്കായി 2024-25 265 കോടി രൂപ വകയിരുത്തുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതികളുടെ സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഖര ദ്രവ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. ശുചിത്വ മിഷൻ 25 കോടി രൂപ വകയിരുത്തുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ഗ്രാമീണ ഉപജീവന ദൗത്യം പരിപാടിക്ക് 65 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ ഗ്രാമ ശൗച അഭിയാനു വേണ്ടിയിട്ട് സംസ്ഥാന വിഹിതമായിട്ട് 8 കോടി. സർ, സമ്പൂർണ്ണ ഭവന പദ്ധതി ലൈഫ് സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ 23-24 വർഷത്തിൽ നാളിതുവരെ 1,51,073 വർഷത്തിൽ 1,51,073 വീടുകളുടെ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,19,687 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 3,71,934 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2024 മാർച്ച് 30-നകം 4,25,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും 25 മാർച്ച് 30-നകം ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിലെത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. സർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാളിതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 17,104.87 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചു. ഈ പദ്ധതിക്ക് 24-25 1,132 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിലുള്ള ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതി ഉപയോഗിച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മാന്ദ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഗ്രാമീണിന് കീഴിൽ വീടൊന്നിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1.2 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ 60% 72,000 രൂപയാണ് കേന്ദ്രവിഹിതം. എന്നാൽ സംസ്ഥാന സർക്കാർ വീടൊന്നിന് 4 ലക്ഷം നിശ്ചയിച്ച് ബാക്കി തുകയായ 3,28,000 രൂപ നൽകി വരുന്നു. ഈ പദ്ധതിക്കുള്ള 2024-25 സംസ്ഥാന വിഹിതമായി 207.92 കോടി രൂപ വകയിരുത്തുന്നു. സർ,
പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ഇതുപോലെ തന്നെ ഉള്ള കാര്യമാണ്. ഇതിന് സംസ്ഥാന വിഹിതമായി 133 കോടി രൂപ വകയിരുത്തുന്നു. സർ, PMAY, ഗ്രാമീൺ, അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതായാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തത അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അത് കാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സർ, ഹഡ്കോയുടെ വായ്പയുടെ ക്ലെയിം തീർക്കുന്നതിന് സഹായമായി KURDFCക്ക് 305.68 കോടി രൂപ വകയിരുത്തുന്നു. ഭവന നിർമ്മാണ മേഖല. സർ, ഭവന നിർമ്മാണ മേഖലയ്ക്കായി 57.62 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഹൗസിംഗ് ബോർഡിന് 39.56 കോടി രൂപയും ഭവന വകുപ്പിന് 1.06 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, താഴ്ന്ന വരുമാനക്കാർക്ക് വായ്പാബന്ധിത സബ്സിഡി അനുവദിക്കുന്ന EWS LIG ഭവന പദ്ധതിക്കായി 6 കോടി രൂപ നീക്കിവെക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വാർദ്ധക്യ സൗഹൃദ ഭവനം എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി ഭവന നിർമ്മാണ ബോർഡിന് പ്രാഥമികമായിട്ട് 2 കോടി രൂപ നീക്കിവെക്കുന്നു. MN ലക്ഷം വീട് പുനർനിർമ്മാണ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 9004 വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. MN ലക്ഷം വീട് പദ്ധതിയിൽ ലക്ഷം വീട് പുനർനിർമ്മാണത്തിനായി സുവർണ ഭവനം, നവയുഗ എന്നിങ്ങനെ 2 പുതിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ 2 പദ്ധതികൾക്കുമായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങളായി 10 കോടി രൂപ വകയിരുത്തുന്നു. ലാറി ബേക്കർ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, മറൈൻ ഡ്രൈവിൽ ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് 3,59,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും 35,24,337 ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും 19,42,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പരിപാടികൾ ഈ വർഷം നടക്കും. പ്രാദേശിക വികസനത്തിനുള്ള പ്രത്യേക പരിപാടി. സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന പാക്കേജുകൾക്ക് 252.6 കോടി രൂപ നീക്കിവെക്കുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട് വികസന പാക്കേജുകൾക്ക് അതിൻ്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് 75 കോടി രൂപ നീക്കിവെക്കുന്നു. വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമേയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പ്രവർത്തന ചെലവുകൾക്ക് 27.6 കോടി രൂപ നീക്കിവെക്കുന്നു.